യാത്ര തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. കൃഷ്ണ പതിയെ കണ്ണുകൾ അടച്ചു സീറ്റിലേക്ക് ചാരിയിരുന്നു. ചെമ്പകശ്ശേരിയിലെ ഓർമ്മകളാണ് മനസ്സ് നിറയെ. അവിടുത്തെ അംഗങ്ങളും ഓർമ്മകളും കാവും കുളവും പരിസര പ്രദേശങ്ങളും മൗനമായി സല്ലപിച്ചിരുന്ന ഓരോ ഇടങ്ങളും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ഇന്നലെ വരെ തൻ്റേതായിരുന്ന ഇവയെല്ലാം പെട്ടെന്ന് അന്യമായതുപോലെ. ഇത്രയും വേഗം ഒരു പറിച്ചു നടാൻ വേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. ചെല്ലുന്ന ഇടം എങ്ങനെയാണെന്ന് യാതൊരു ഊഹവും ഇല്ല. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകാം, അത് അനിവാര്യമാണ്. അവയെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മാനസികമായി യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല. കല്യാണം തീരുമാനിച്ചു മുതൽ ഇന്ന് വരെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും അതിനു കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. കല്യാണ ചടങ്ങുകളിൽ പോലും താൻ യാന്ത്രികമായി നിന്നു കൊടുത്തതുപോലെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ആശങ്കകൾ ഒഴിയാതെ നിൽക്കുന്നു. ഓരോന്നൊക്കെ ഓർത്തിരുന്നതും പടക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. കൃഷ്ണ പൊടുന്നതിനെ കണ്ണുകൾ തുറന്നു. കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അഭിമന്യുവിൻ്റെ മുഖത്ത് ചെറിയ പരിഭ്രമം കണ്ടു. ആരൊക്കെയോ റോഡിൽ കൂട്ടം കൂടി നിൽക്കുന്നു. അതിൽ ചിലർ കാറിനടുത്തേക്ക് നടന്നകന്നു. ഒരു നിമിഷം എന്ത് സംഭവിക്കുന്നതെന്ന് കൃഷ്ണക്ക് മനസ്സിലായില്ല. അവൾ ഭീതിയോടെ അഭിയെ നോക്കി. എന്നാൽ അവൻ്റെ മുഖത്ത് പരിഭ്രമം മെല്ലെ പുഞ്ചിരിയിലേക്ക് മാറി. ഇങ്ങോട്ട് ഇറങ്ങിക്കോ, രണ്ടുപേരും കൂടി നിന്നവർ ചിരിയോടെ പറഞ്ഞു. കൃഷ്ണ, ഇറങ്ങ്, ഇതെൻ്റെ കൂട്ടുകാരാണ്. അഭിമന്യു അവളെയും കൂട്ടി കാറിൽ നിന്നിറങ്ങിയതും അവർ മാലപ്പടക്കത്തിന് തീ കൊളുത്തി. തൊട്ടു പിന്നാലെ ചെണ്ടമേളവും ആരംഭിച്ചു. കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്കരികിലേക്ക് ചിരിയോടെ നടന്നെടുത്തു. എല്ലാവരും ചേർന്ന് ആകാശത്തോടെ ഇരുവരെയും വീട്ടിലേക്ക് വരവേറ്റു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ റോഡിലൂടെ ഇരുവരും നടന്നു. റോഡിന് ഇരുവശത്തുമുള്ള വീട്ടുകാർ എല്ലാം പുറത്തിറങ്ങി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ മേളത്തിൻ്റെ ഇടയിലൂടെയും ഇത്രയും പേരോടൊപ്പം എല്ലാ ആൾക്കാരുടെയും ചന്ദ്രകേന്ദ്രമായി നടന്നതും കൃഷ്ണക്ക് എന്തോ വല്ലായ്ക തോന്നി. പക്ഷേ അഭിമന്യു അതെല്ലാം ആസ്വദിച്ച് വളരെ സന്തോഷത്തിലായിരുന്നു നടന്നത്. ഇത്രയധികം സുഹൃത്തുക്കൾ അവനുണ്ടായിരുന്നോ എന്ന് അവൾ ചിന്തിച്ചു പോയി. അവളുടെ മുഖത്തെ അങ്കലാപ്പ് കണ്ടതും ആബി കൃഷ്ണയുടെ കൈകൾ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പേടിക്കേണ്ട, ജസ്റ്റ് ഫൺ, അത്രേ ഉള്ളൂ, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. നടപ്പ് അവസാനിച്ചത് വലിയൊരു ഇരുനില വീടിന് മുമ്പിൽ ആയിരുന്നു. വീടെത്തി, അബി അവളോട് പറഞ്ഞു. പിന്നാലെയുള്ള വണ്ടികളിൽ അഭിമന്യുവിൻ്റെ ബന്ധുക്കളും കൂടെ വന്നവരും വന്നിറങ്ങി. അകത്തുനിന്നും കത്തിച്ച വിളക്കുമായി നിറഞ്ഞ ചിരിയോടെ ജാനകിയും അബിയുടെ ഏട്ടത്തിമാരും ഇറങ്ങി വന്നു. മോളുടെ അടുത്തേക്ക് നിൽക്കൂ അബി, ആരതി വീഴട്ടെ, പ്രതാപൻ പറഞ്ഞു. അവൻ കൃഷ്ണയോട് ചേർന്ന് നിന്നു. ജാനകി ആരതി ഒഴിഞ്ഞ ശേഷം വിളക്ക് കൃഷ്ണയുടെ കയ്യിലേക്ക് കൊടുത്തു. അവളത് പ്രാർത്ഥനയോടെ വാങ്ങി. വലതാൽ കച്ച് അകത്തേക്ക് കയറുമോളെ, ജാനകി പറഞ്ഞു. അബി എന്ന് നോക്കിയതിന് ശേഷം കൃഷ്ണ മറുതകാൽ വെച്ച് അകത്തേക്ക് കയറി. പിന്നാലെ അബിയും പ്രതാപനും അർജുനും അനിരുദ്ധും ബാക്കിയുള്ളവരെയും കയറി. നേരെ പോയാൽ കാണുന്നതാ പൂജാമുറി, വിളക്ക് അവിടെ വെച്ചേക്കും, അവർ പറഞ്ഞു. നീയും കൂടെ ചെല്ലടാ, അർജുൻ അബിയെയും അവളോടൊപ്പം പറഞ്ഞു വിട്ടു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ഇരുവരും പുറത്തേക്കിറങ്ങി. അടുത്ത ചില ബന്ധുക്കളും അയൽക്കാരുമൊക്കെ മുറിയിൽ കൂടി നിന്നിരുന്നു. കൃഷ്ണ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. ചെക്കനും പെണ്ണിനും അല്പം മധുരം കൊടുക്കണം, അതാ പതിവ്, കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി അബിയുടെ അമ്മായി പറഞ്ഞു. ജാനകി ഒരു സ്പൂൺ ഇരുവർക്കും പാൽ നൽകി. പിന്നാലെ പ്രതാപനും അബിയുടെ ഏട്ടന്മാരും ഏട്ടത്തിമാരും 2 പേർക്കും മധുരം നൽകി. കുറച്ചുനേരം എല്ലാവരും അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അഭിമന്യുവിൻ്റെ കൂട്ടുകാർ വന്ന് വിളിച്ചത് കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. കൃഷ്ണ ഒറ്റക്കായതും ബന്ധുക്കളും പരിചയക്കാരും അവളെ വളഞ്ഞു. വിശേഷങ്ങൾ ചോദിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും അവളെ മുട്ടിച്ചു. ചില ചോദ്യങ്ങൾക്ക് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെയാണ് അവൾ എല്ലാവർക്കും മറുപടി നൽകിയത്. അവരാരെയും മുൻപരിചയം ഇല്ല. ഇരുവരെയും പരിചയം ഇല്ലാത്തവരോട് താൻ അധികം മിണ്ടിയിട്ടും ഇല്ലല്ലോ എന്നവൾ ഓർത്തു. വീണ്ടും വീണ്ടും തൻ്റെ അനാഥത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത് അവളെ അസ്വസ്ഥയാക്കി. അഭിമന്യു അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. കണ്ണുകൾ അവനെ നേടിയെങ്കിലും കണ്ടെത്താനായില്ല. കൃഷ്ണ, ഈ സാരിയൊന്ന് മാറ്റിവരാം, അബിയുടെ ഏട്ടത്തിയമ്മമാരായ സ്വപ്നയും വീണയും അവളോട് പറഞ്ഞു. ബന്ധുക്കളെ ചോദ്യങ്ങളിൽ നിരശപ്പെട്ട ആശ്വാസത്തോടെ അവൾ ഏട്ടത്തിമാരൊപ്പം അകത്തേക്ക് പോയി. എല്ലാവരും ഓരോന്ന് ചോദിച്ച് മുഷിപ്പിച്ചോ? അകത്തെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ സ്വപ്ന ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. താഴത്തെ നിലയിൽ കിഴക്കുവശത്തായി ഉള്ള ഒരു മുറിയിലേക്ക് അവർ കയറി. അഭിപ്രായ കമ്മിറ്റിയിലെ ആരും അകത്തേക്ക് വരാതിരിക്കാനായി അവർ കതകടച്ചു കുറ്റിയിട്ടു. കൃഷ്ണ മുറി നിരീക്ഷിച്ചു. അബിയുടെ മുറി ഇതല്ല കേട്ടോ, അത് മുകളിലത്തെ നിലയിലാണ്. ഇപ്പോൾ നമ്മൾ സാരി മാറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. കബോർഡിൽ നിന്നൊരു കവർ എടുത്തുകൊണ്ട് വീണ പറഞ്ഞു. കവർ തുറന്നൊരു പിങ്ക് നിറത്തിലെ സാരി പുറത്തെടുത്തു. അബിയുടെ സെലക്ഷനാണ്, എങ്ങനെയുണ്ട്? സാരി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വീണ ചോദിച്ചു. നന്നായിട്ടുണ്ട്, സാരി വിരടിച്ചുകൊണ്ട് കൃഷ്ണ പറഞ്ഞു. നിശ്ചയം കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയായിരുന്നു. അന്നെടുത്ത സാരിയാണിത്.
ഞങ്ങളും അമ്മയും ചേർന്ന് മറ്റൊരു സാരിയാണ് നോക്കി വെച്ചത്. അബി അതൊക്കെ ഇഷ്ടമായില്ല. അവൻ തന്നെ നോക്കി വാങ്ങിയതാണ് ഈ സാരി. അതിനവൻ എത്ര നേരം എടുത്തെന്നറിയുമോ? ഞങ്ങൾ ഓരോ സാരി ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് കൃഷ്ണയ്ക്ക് ചേരില്ല എന്ന് പറഞ്ഞ് അവൻ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം പുള്ളിക്കാരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടാണിത്, വീണ പറഞ്ഞു. കൃഷ്ണ ഒന്ന് പുഞ്ചിരിച്ചു. സ്വപ്നയും വീണയും ചേർന്ന് അവളെ ഭംഗിയായി സാരി ഉടുപ്പിച്ചു. വാടി തുടങ്ങിയ മുല്ലപ്പൂ മാറ്റി മുടി അഴിച്ചു കെട്ടി. ആഭരണങ്ങൾ മിതമായി അണിയിച്ചു. അങ്ങനെയുണ്ട് കാണാൻ? കൃഷ്ണയെ പിടിച്ചു കണ്ണാടിക്ക് മുൻപിലേക്ക് നിർത്തിക്കൊണ്ട് വീണ ചോദിച്ചു. നന്നായിട്ടുണ്ട്, അവൾ പറഞ്ഞു. വീണയും സ്വപ്നയും അവളോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവൾക്കും അവരുടെ സാമീപ്യം ഒരാശ്വാസം നൽകി. മറ്റുള്ളവരെ പോലെ അനാവശ്യ ചോദ്യങ്ങളും സംഭാഷണങ്ങളും ഇല്ലെന്ന് മാത്രമല്ല, അടുത്ത കൂട്ടുകാരികളെ പോലെയാണ് ഇരുവരും അവളോട് ഇടപെട്ടതും. ജാനകിയോടെന്ന പോലെ ഏട്ടത്തിമാരും അവൾ ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്ന് രാത്രിയുടെ റിസപ്ഷൻ നടത്താൻ അച്ഛനും ഏട്ടന്മാരും കൂടി തീരുമാനിച്ചതാ. പക്ഷേ അഭിയ പറഞ്ഞത് നാളെ കൃഷ്ണയ്ക്ക് എക്സാം ഉള്ളതാണ്, അതുകൊണ്ട് റിസപ്ഷൻ മാറ്റിവെക്കാമെന്ന് വീണ പറഞ്ഞു. അപ്പോഴാണ് തനിക്ക് നാളെ എക്സാം ഉണ്ടെന്ന ബോധ്യം അവൾക്കുണ്ടായത്. എന്തേ മറന്നുപോയോ അക്കാര്യം? സ്വപ്ന ചോദിച്ചു. മറന്നിട്ടില്ല, പക്ഷെ ഇന്നലെയും ഇന്നുമായി ആകെ തിരക്കിലായിരുന്നു, അതുകൊണ്ട് പഠിത്തമൊന്നും നടന്നിട്ടില്ല. ഇവിടെ അഭി ആകെ ബഹളമായിരുന്നു. കൃഷ്ണയ്ക്ക് എക്സാമാണ്, പഠിക്കണം, അതിൻ്റെ ഇടയിൽ റിസപ്ഷൻ നടത്തി അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ. ഇവൻ കല്യാണം മാറ്റിവെക്കാൻ പറയുമോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോയി. അവർ ശരിയോടെ പറയുന്നത് കൃഷ്ണ അതിശയത്തോടെ കേട്ടിരുന്നു. അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വാതിൽ ആരോ മുട്ടിയത്. ആ, നീയായിരുന്നു അഭി? വാതിൽ തുറന്നുകൊണ്ട് സ്വപ്ന ചോദിച്ചു. ഏട്ടത്തി, കൃഷ്ണ എവിടെ? അവൻ അന്വേഷിച്ചു. ഇവിടെയുണ്ട്, സാരി മാറ്റാൻ വേണ്ടി വന്നതാ. അങ്ങോട്ടൊന്ന് വരാൻ പറയണേ. അവർ തിരികെ പോകാൻ തുടങ്ങി. നീ അകത്തേക്ക് കയറിക്കോ, അവൾ റെഡിയായി നിൽക്കുക, സ്വപ്ന പറഞ്ഞു. അഭി, നീ നോക്കിക്കേ, നിന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല കേട്ടോ, കൃഷ്ണയെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് വീണ പറഞ്ഞു. അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി. അവൻ മനസ്സിൽ കരുതിയ പോലെ തന്നെ വളരെയധികം നന്നായി കൃഷ്ണക്ക് ആ സാരി ഇണങ്ങുന്നുണ്ടായിരുന്നു. നിന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല, അവൻ മനസ്സിൽ ചിന്തിച്ചു. അഭി കൃഷ്ണയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. വാതിലിനരികിൽ നിന്ന് ആൾക്കാരുടെ അടുത്തേക്ക് അവർ ചെന്നു. കൃഷ്ണ, ഇതൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. കിരൺ, അതുൽ, കീർത്തി, അമേയ, ശരണ്യ, പ്രണവ്. അവൻ ഓരോരുത്തരായി പരിചയപ്പെടുത്തി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കട്ട ഫ്രണ്ട്സ്. ഞങ്ങൾ ഇത്രയും പേരും LKG മുതൽ ഒരുമിച്ചു ഒരേ ക്ലാസ്സിൽ പഠിച്ചു വളർന്നവരാ, കിരൺ പറഞ്ഞു. വീണ്ടും ഇവിടെ അടുത്ത് തന്നെയാ. പണ്ട് മുതലേ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച. +2 വരെ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ. കോളേജിലേക്ക് വന്നപ്പോൾ ശരണ്യയും അമ്മയും കിരണും ഞാനും ഒരുമിച്ചായിരുന്നു, അഭി പറഞ്ഞു. ഒരേ പാത്രത്തിൽ ഉണ്ട്, ഒരേ പായിൽ ഉറങ്ങിയെന്നൊക്കെ പറയില്ലേ, ഏകദേശം അതുപോലെ, ശരണ്യ പറഞ്ഞു. കൃഷ്ണ എല്ലാം പുഞ്ചിരിയോടെ കേട്ടുനിന്നു. ഇത്രയും നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതും ഒരു ഭാഗ്യമാണല്ലോ എന്നവൾ ചിന്തിച്ചു. ഇവൻ്റെ കല്യാണമെന്ന് പറയുമ്പോൾ അതൊന്ന് കൊഴുപ്പിക്കണ്ടേ? അതിൻ്റെ ആഘോഷമാണ് നേരത്തെ കണ്ടത്. പ്രത്യേകിച്ച് അവൻ മനസ്സിൽ കൊണ്ടു നടന്ന ദിവ്യപ്രേമമാകുമ്പോൾ. അതിൽ കളിയാക്കി ചിരിച്ചു. നിർത്തിക്കേ, എന്നിട്ട് പോയിക്കോ എല്ലാവരും, അഭിമന്യു ഗൗരവത്തിൽ പറയും. കൃഷ്ണക്കറിയോ, ഞങ്ങൾ കോളേജിലായിരുന്ന സമയം ബ്രേക്ക് ടൈം ആയാൽ ഉടനെ ബൈക്കെടുത്ത് ഇവൻ്റെ ഒരു പോക്കുണ്ട് തൻ്റെ സ്കൂളിലേക്ക്. അവിടെ പരിസരത്തെല്ലാം കറങ്ങി നടന്നിട്ട് എന്നിട്ടും അവർ ക്ലാസ് ഇവൻ കട്ടാക്കുണ്ടായിരുന്നു. കീർത്തി പറഞ്ഞത് കേട്ട് കൃഷ്ണ അഭി അമ്പരപ്പോടെ നോക്കി. അവൻ്റെ മുഖത്ത് ചെറിയ ചമ്മൽ പോലെ തോന്നിച്ചു. ആദ്യമായാണല്ലോ ഈ മുഖത്ത് ഇങ്ങനെ ഒരു ഭാവം എന്ന് അവളും ചിന്തിച്ചു. ഉള്ളിൽ വന്ന തോന്നൽ ഒരു ചിരിയായി ചുണ്ടിലേക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും, പണ്ട് മുതലേ അങ്ങനെയാ. അഭി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം പറയുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും തന്നെ നല്ലതുപോലെ അറിയാം, പ്രണവ് പറഞ്ഞു. ഇവൻ പോലീസ് ആയതുപോലും എനിക്ക് വേണ്ടിയാ കേട്ടോ, കിരൺ പറഞ്ഞതും അഭിമന്യു അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. ഇപ്പോൾ വരാമേ, കൃഷ്ണയോട് പറഞ്ഞവൻ കിരണു അല്പം അകലേക്ക് മാറി നിന്നു. കൃഷ്ണ സംശയത്തോടെ അവനെ നോക്കി. അഭിക്ക് തന്നെ ഇഷ്ടമെന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല അതൊന്നും. പക്ഷെ അവൻ തൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന കെയർ കണ്ടപ്പോൾ, താൻ അവഗണിച്ചിട്ടും ഒരുപാട് സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അവന് കൃഷ്ണയോടുള്ള ഇഷ്ടത്തിൻ്റെ വ്യാപ്തി. ശരണ പറയുന്നത് കേട്ടപ്പോൾ ഉള്ളിലെവിടെയോ ഒരു ചെറിയ നീറ്റ് കൃഷ്ണക്ക് അനുഭവപ്പെട്ടു. അവന് തന്നെ ഒരുപാട് ഇഷ്ടമാണോ? തൻ്റെ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു പലയിടത്തും. ഞങ്ങളെല്ലാം വൺ സൈഡ് സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഈ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ അത്ര സന്തോഷിച്ചത് അതുകൊണ്ടാണ്, കൃഷ്ണയെ കഴുപിടിച്ചുകൊണ്ട് കീർത്തി പറഞ്ഞു. പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചതുപോലും അവന് തന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ശരണ്യ പറയുന്നത് കേട്ടതും കൃഷ്ണയുടെ കണ്ണുകൾ വിടർന്നു. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചെന്ന പഠിത്തം കഴിഞ്ഞ ഉടനെയോ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. അതെ, അവിടെ ഒരു മുത്തശ്ശിയില്ലേ? ആ മുത്തശ്ശിയോട് അഭി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കല്യാണം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തലയിൽ ഒരു തരം മരവിപ്പുണ്ടാകുന്നത് കൃഷ്ണ അറിഞ്ഞു.